13 കഴകുടുംബങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതില് പിന്നെ പെട്ട കഴകുടുംബമാണ് കാളാട്ട് പിഷാരം. ഈ കാളാട്ട് പിഷാരത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 വർഷത്തിന്റെ ഒരു ഇതുണ്ട്. അതായത് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി, പിന്നെ നാരായണീയ കർത്താവായ പിന്നെ മേൽപ്പത്തൂര് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, അദ്ദേഹം ഇവിടെ വന്നതും അദ്ദേഹം ഇവിടെ കാളാട്ട് ക്ഷാരത്ത് വന്നതായിട്ടുള്ള ഒക്കെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു 500 വർഷത്തിന്റെ ഒരു പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനില്ല. അത്രയും മുന്നേ ഉള്ള ഒരു കുടുംബമാണ്. അതേമാതിരി അത്രയും പാരമ്പര്യം അതിലുള്ള കുടുംബങ്ങളായിരിക്കും മറ്റു പല അത് ഏതോ കാലങ്ങളായിട്ട് കഴകം ഞങ്ങളെ ഏൽപ്പിച്ചു തന്നതാണ്. അതിന്റെ കാലങ്ങളെ ഇപ്പൊ സാമൂരിപ്പാട് ഉള്ള സമയത്തോ അതിന്റെ മുന്നോ നമുക്ക് ലഭിച്ചതാണ്. അതേമാതിരി ഇവിടെ എല്ലാ പ്രവൃത്തിയും, കഴക പ്രവൃത്തിയും മാത്രമല്ല, ഇപ്പൊ കീഴ്ശാന്തിമാരുടെ പ്രവൃത്തിയും ഒക്കെ അങ്ങനെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ലഭിച്ചതാണ്. അവരതിങ്ങനെ ചിട്ടയോട് കൂടിയിട്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങൾ ഈ പ്രവർത്തിയിരിക്കുന്നത്. പിന്നെ കഴക പ്രവൃത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാല, മെയിനായിട്ട് മാല, പിന്നെ ഭഗവാന് ചാർത്താനുള്ള ഭംഗിയുള്ള ഉണ്ടമാലകൾ. നമ്മൾ പോയി കാണുമ്പോൾ തന്നെ നമുക്ക് അകത്തേക്കാണ് നോക്കുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം വരുന്നത്. അത്രയും ഭംഗിയായിട്ട് വളരെ ശ്രദ്ധാപൂർവം, വളരെ ഓരോ പൂവും വളരെ ശ്രദ്ധാപൂർവം എടുത്ത് വളരെ സാവകാശം ചെയ്യേണ്ട ഒരു മാലയാണ്. അങ്ങനെ ദിവസം ഏകദേശം ഒരു 10-15 ഉണ്ടമാലകൾ തന്നെ ദിവസം വേണം. അതിനനുസരിച്ച് തിരുമുടി ഭഗവാന്റെ നമ്മളിപ്പോ ആ ക്ഷേത്രത്തിന്റെ അകത്തേക്കാണ് നോക്കുന്ന സമയത്ത്, ഭഗവാനാണ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന സന്തോഷമുണ്ടല്ലോ. അതിന്റെ പിന്നില് പറഞ്ഞറിയിക്കാത്തത്ര പണി അതിന്റെ പ്രവൃത്തി ഉണ്ട്. വളരെ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ ചെയ്യുന്ന